ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ മുഫാസ ദ ലയൺ കിങ് 2024 റിലീസായി ഈ ഒരു മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സിംബ നമ്മുടെ ആനിവേഴ്സിനോട് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ. എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അപ്പം നാളെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവിടെ നേരെ സീൻ കട്ടായിട്ട് നേരെ നാളെനെയാണ് കാണിക്കുന്നത്. നാളെ കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അവിടെ നേരെ സീൻ കട്ടായിട്ട് നമ്മുടെ ടിമോണും ബുംബയും ഓടി വരുന്നൊരു സീനാണ് കാണിക്കുന്നത്. എങ്ങോട്ടൊന്നും പറയുന്നില്ല, നേരെ ഓടിപ്പോന്നു. നേരെ അവർ ചെല്ലുന്നത് നമ്മുടെ സിംഹയുടെ അടുത്തോട്ടാണ്. സിംഹ പറയുന്നു നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാം. എന്താണെന്നും പറയുന്നില്ല. എൻ്റെ മോളെ നിങ്ങളൊന്ന് നോക്കണം, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ബൊംബ പറയാണ് ഞങ്ങളുടെ ജോലി നീ ബേബി സിറ്റിങ്ങിലോട്ട് മാറ്റിയെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടിമോണും ബുംബയും നമ്മുടെ കിയാറ, അതായത് സിംബയുടെ മോളുടെ ഇത് പറയാണ് ഞങ്ങളെ സ്കാർലറ്റ് സീൻ കൊണ്ടായിട്ട് നേരെ ടിമോളും ബുംബയും നമ്മുടെ കിയാറ, അതായത് നമ്മുടെ സിംബയുടെ മോളോട് ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. അവിടെ നമ്മുടെ റഫീഖിന്റെ ക്യാരക്ടറാണ് നമ്മുടെ കിയാറ എടുത്തൊരു കഥ പറയാണ്, മുഫാസയുടെ കഥ. ആ ഒരു കഥ പറയുന്ന സമയത്ത് അവിടെ നമ്മുടെ മുഫാസ ദ ലയൺ കിങ്ങിന് ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ മുഫാസനെ കാണിക്കുകയാണ്. മുഫാസയുടെ അമ്മ പറയാണ് ദൂരെ ഒരു സ്ഥലമുണ്ട്, മിലേലി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളും മരങ്ങളും ഭംഗി ഉള്ളൊരു സ്ഥലമാണ്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞാണ്. അവിടെയാണ് ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ ഒരു വലിയ മഴ പെയ്യുകയാണ്, ഒരു അത്ഭുതമായിട്ട്. ആ മഴയിലെടുത്ത് നമ്മുടെ കുഞ്ഞു മുഫാസ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനിൽ അവൻ പെട്ടെന്നൊരു ഒഴുക്ക് വന്നിട്ട് പെട്ടെന്ന് അവനങ്ങ് ഒഴുകിപ്പോയി. അങ്ങനെ നേരെ ഒഴുകിപ്പോയിട്ട് നമ്മുടെ ടാക്ക, അതായത് നമ്മുടെ സ്കാർ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട് ലയൺ കിങ്ങിനകത്ത്. ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്തോട്ടാണ് നമ്മുടെ മുഫാസ നേരെ ഒഴുകി ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് എനിക്കൊരു സീക്രട്ടും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നാണ് നമ്മുടെ ടാക്ക പറയുന്നത്. അതുകൊണ്ട് എന്താ നീ പെട്ടെന്ന് പറയാനൊക്കെ പറഞ്ഞുണ്ട്. അപ്പം പെട്ടെന്നാണ് ആ ഒരു സംഭവം സംഭവിക്കുന്നത്. നേരെ ഒരു മുതല നമ്മുടെ മുഫാസനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വരും. എന്നിട്ട് നമ്മുടെ അതായത് സ്കാറിൻ്റെ അമ്മ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അന്ന് അവരെ രക്ഷിച്ചിട്ട് നേരെ നീ എന്താ ഇവിടെ എന്നൊക്കെ അവൻ്റെ അമ്മ ചോദിക്കുന്നു, നമ്മുടെ താക്കാടെ അമ്മ. അപ്പം പറഞ്ഞു ഞാൻ ലോസ്റ്റ് ആയതാ, ഞാൻ നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അവൻ ഒരു ഒഴുക്കിപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയാണ് ഇവനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല എന്നൊക്കെയാണ് അവൻ്റെ അച്ഛൻ പറയുന്നത്, താക്കാട് അച്ഛൻ. അപ്പം അവൻ്റെ അമ്മ പറയുന്നു ഇവൻ ഇവിടെ താമസിക്കും, നിങ്ങളെന്ത് പറഞ്ഞല്ലോ എന്നൊക്കെ അവർ രണ്ടുപേരും കൂടെ പറയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു ഈ അടി ഇവിടെ നിർത്ത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മുഫാസ ജയിക്കുവാണെങ്കിൽ അവൻ താമസിക്കും, അല്ലേ അവനെ ഞാൻ ഒറ്റയടിക്ക് കൊല്ലുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ടൈമിൽ ഒരു റേസ് വെക്കാമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അച്ഛൻ നേരെ അവരെ ഒരു മരമുണ്ട് അവിടുത്തെ, ഒരു മരത്തിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ചോടി വരുന്ന ആൾ ജീവിക്കും എന്ന് പറയുന്നു. അതായത് മുഫാസ അല്ലെങ്കിൽ ഇവിടെ താമസിക്കും ജയിച്ച, അല്ലെങ്കിൽ തോൽക്കും, ഞാൻ അവനെ കൊല്ലും എന്നാണ് അവൻ്റെ അച്ഛൻ പറയുന്നത്. അപ്പം അവിടെ ഒരു റേസ് നടക്കുവാണ്. റേസ് കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുവാണ്. അപ്പം പറയുന്നു അവൻ്റെ അച്ഛൻ പറയുന്നു മുഫാസിനെ നിങ്ങൾ ഫീമെയിൽസിനോടെ നടക്കണം, തക്കായനെ ഞങ്ങൾ മെയിലും കൊണ്ടുവരും, ഞങ്ങളുടെ അടുത്തോട്ട് മുഫാസിനെ വിടില്ലെന്നൊക്കെയാണ് അവൻ്റെ അച്ഛൻ പറയുന്നത്. അപ്പം അതൊന്നും കുഴപ്പമില്ല മുഫാസ എന്നൊക്കെ പറയുന്നു. എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ ഇത്ര എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ ബാക്കി പാർട്ട് 2 നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഇടുന്നതാണ്. എന്തായാലും പാർട്ട് 2 ഉടനെ വരുന്നതാണ്. ഞാനിപ്പോൾ 5 മിനിറ്റ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ.
എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത്ര കുഞ്ഞു വീഡിയോ ആയിട്ട് പാർട്ടായിട്ടായിരിക്കും ഞാൻ ഈ ഒരു മുഫാസയുടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.